ഹലോ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് ഗുജറാത്തിലെ ബറോഡയിലാണ്. വഡോദര ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിലാണ് ഞാനിപ്പോൾ ഉള്ളത്. നമ്മൾ ഇവിടെ കാണാൻ പോകുന്നത് ഗുജറാത്ത് സ്പോർട്സ് യൂണിവേഴ്സിറ്റിയാണ്. എനിക്ക് ഇവിടെ ഒരു വർക്കിൻ്റെ ഭാഗമായിട്ട് ഞാൻ വന്നതാണ്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളിലേക്ക് പോവാം. ദേസർ എന്ന് പറയുന്ന ഒരു വില്ലേജിലാണ് ഈ സ്പോർട്സ് യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത്. വഡോദരയിൽ നിന്നും 68 കിലോമീറ്ററോളം ദൂരമുണ്ട് ഈ ദേസർ വില്ലേജിലേക്ക്. ഈ കാണുന്നതാണ് ദേസർ എന്ന് പറയുന്ന വില്ലേജ്. ഈ ദേസർ വില്ലേജ് ഒക്കെ ഒന്ന് ചുറ്റി നടന്ന് കാണാം നമുക്ക്. ഈ ഭാഗത്ത് കൂടുതലായിട്ടും കണ്ടത് ഈ വാഹനങ്ങളുടെ വർക്ക്ഷോപ്പുകളാണ്. ഇവിടെ കുറേ കോറികളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് വലിയ ലോറികളാണ് ഇതിൽ പോകുന്നത് നമ്മൾ കാണുന്നത്. എല്ലാം ചെറിയ ചെറിയ കെട്ടിടങ്ങളാണ് ഈ റോഡിൻ്റെ ഇരുവശങ്ങളിലുമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു ചെറിയൊരു ഗ്രാമമാണ് ഇത്. ഒരു കിലോമീറ്ററൂടെ നടന്നു കഴിഞ്ഞാൽ നമ്മൾ സ്പോർട്സ് യൂണിവേഴ്സിറ്റി എത്തും. യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുന്ന വഴിക്കാണ് കൂടത്തിലുള്ള ഒരു കൂട്ടുകാരന് മാങ്ങയൊക്കെ ഇരിക്കുന്നത് കണ്ടപ്പോൾ കുറച്ച് മാങ്ങ മേടിക്കണം തോന്നിയത്. അങ്ങനെ അദ്ദേഹം ഇവിടുന്ന് കുറച്ച് മാങ്ങാപ്പഴമൊക്കെ വാങ്ങി. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടുന്ന് കുറച്ച് ദൂരം ഒരു കിലോമീറ്ററോളം ദൂരം മുന്നോട്ട് നടക്കാൻ. ഈ സ്പോർട്സ് യൂണിവേഴ്സിറ്റിയിലേക്ക് പോകുന്ന വഴിക്ക് ഇരുവശവുമായിട്ട് കൃഷിയിടങ്ങളാണ് ഉള്ളത്. പല വിധത്തിലുള്ള കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളാണ് ഈ കാണുന്നതൊക്കെയും. ഇവിടെ കണ്ട ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റോഡിൻ്റെ ഇരുവശത്തുമായിട്ട് ഇഷ്ടം പോലെ ചമത മരങ്ങളുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ഈ മരണപ്പെട്ടതിന് ശേഷം കർമ്മങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഈ ചമത കമ്പുകളാണ് ഉപയോഗിക്കാറുള്ളത്. അതിവിടെ ഈ റോഡ് സൈഡിലായിട്ട് ഇഷ്ടം പോലെ കാണാൻ സാധിച്ചു. ഈ കാണുന്നത് ഒരു ചെറിയ ചായക്കടയാണ്. ഞങ്ങൾ ഇവിടെ വന്നിട്ടാണ് ചായ കുടിക്കാറുള്ളത്. നല്ല ഇഞ്ചി ഇട്ടിട്ടുള്ള നല്ല പാല് ചായ കിട്ടും ഇവിടെ. നല്ല ടേസ്റ്റാണ്. ഇവിടം
വികസിച്ച് വരുന്ന ഒരു സ്ഥലമാണെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെയൊക്കെ കണ്ടിട്ട് എന്താണെന്ന് വെച്ചാൽ ഇവിടെ കുറേ കെട്ടിടങ്ങളൊക്കെ പുതുതായിട്ട് വന്നിട്ടുണ്ട്. പേസർ പോലീസ് സ്റ്റേഷൻ ഇവിടെയാണുള്ളത്. അതുപോലെ തന്നെ ഇവിടെ ഒരു പോളിടെക്നിക് കോളേജ് ഉണ്ട്. അതുപോലെ തന്നെ മറ്റ് ഈ ഭാഗത്ത് തന്നെ ഒരു സാമ്പത്തിക കോടതിയുണ്ട്. ഇപ്പോൾ ഈ കാണുന്നതാണ് സ്പോർട്സ് യൂണിവേഴ്സിറ്റി. ഇതിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഇതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് വലിയൊരു സിന്തറ്റിക് ട്രാക്കും അതുപോലെ ഒരു ഫുട്ബോൾ ഗ്രൗണ്ടും അതിൻ്റെ നടുക്കായിട്ട് തന്നെയുണ്ട്. ഈ കാണുന്ന കെട്ടിടമാണ് സ്പോർട്സ് യൂണിവേഴ്സിറ്റിയുടെ അഡ്മിനിസ്ട്രേഷൻ സൈഡ്. മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ തന്നെയാണ് ലേഡീസിനുള്ള ഹോസ്റ്റല്, ജെൻസിനുള്ള ഹോസ്റ്റല് നമുക്ക് കാണാം. അതുപോലെ ഇവിടെ നല്ലൊരു വലിയ നീന്തൽ കുളമുണ്ട്. ഇവിടെ നീന്തൽ മത്സരങ്ങളൊക്കെ നടക്കുന്നതാണ്. അപ്പോൾ ഇവിടേക്ക് ആർക്കെങ്കിലും സ്പോർട്സ് പരമായിട്ടുള്ള ഈ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് ഞാൻ അതിൻ്റെ ഒരു വെബ്സൈറ്റിൻ്റെ ഡീറ്റെയിൽ ഞാൻ ഇതിൻ്റെ അടിയിലായിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുള്ള ആൾക്കാർ ആരെങ്കിലും നമ്മുടെ കൂട്ടത്തിലൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ അവർക്ക് ഇവിടെ പഠിക്കാൻ വേണ്ടി ഇതിൽ ഒരു ആപ്ലിക്കേഷൻ ഇതാണ് ഗുജറാത്തിലുള്ള സ്പോർട്സ് സിറ്റി. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു സ്ഥലത്തെ കാഴ്ചകളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്